നല്ല പടമാണ്. നല്ല കിട്ടുന്ന പൈസയൊക്കെ കിട്ടാൻ എടുത്തിട്ടുണ്ട്. തിയേറ്റർ കത്തിയില്ലേ നൈസാറും. ഇന്റർവെല് വരെ നമുക്ക് ചെറുതായിട്ടൊക്കെ തോന്നുന്നത് ആകെ ഒരു വക ബഹളവും ഇടിയും ഇതൊക്കെയാണ്. ഇന്റർവെലിന് ശേഷം ശരിക്കും അങ്ങോട്ട് പൊളിച്ചത്. ലാസ്റ്റേക്ക് വരുമ്പോഴത്തേക്ക് മമ്മൂട്ടി വന്നതോടുകൂടി പിന്നെ ഒന്നും പറയാനില്ല. മമ്മൂട്ടി സൂപ്പർ ആയിട്ടുണ്ട്. മമ്മൂട്ടി എന്നല്ല എല്ലാവരും സൂപ്പർ തന്നെയാണ്. എല്ലാവരും സൂപ്പർ അടിപൊളി സൂപ്പർ തീയാണ്. കലക്കം ഒന്നും പറയാനില്ല. കേട്ടല്ല അറിയണ്ട, നിങ്ങൾ കണ്ടറിയണം പടം. അമ്മാതിരി മമ്മൂട്ടിയൊക്കെ മാസാണ്. ഗസ്റ്റ് ആയിട്ട് വന്നിട്ടില്ല, ഇതാണ് ഗസ്റ്റ് ആയിട്ട് വന്ന ഒരു ഒന്നും പറയാനില്ല. പൊളിപ്പടം. സൂപ്പറോടാണ് സൂപ്പറോടും ബുള്ളറ്റ് വാൾട്ടർ കലക്കി സൂപ്പർ സൂപ്പർ ചത്തപ്പച്ച പൊളി പൊളി മമ്മൂക്കാട് ഇൻട്രോ കൊള്ളാം കൊള്ളാം നല്ല പടം. സൂപ്പർ 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 അടിപൊളി അടിപൊളി. സൂപ്പറായിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. പടം കൊള്ളാം. ക്യാമറ കുഴപ്പമില്ല, ലാലേട്ടൻ പൊളിച്ച്. കോമഡി വേണോ ആക്ഷൻ വേണോ ഒന്നുള്ളൂ കണ്ടോളൂ. സൂപ്പർ. അതിൽ ലാസ്റ്റ് മമ്മൂട്ടിൻ്റെ ഒരു എൻ്റർടൈൻമെന്റ് 15 മിനിറ്റ് അടിപൊളിയാ മക്കളെ. പിന്നെ റോഷനും അർജു അശോകനും പിന്നെ അതിൽ വേറെ 2-3 ആൾക്കാരുണ്ട്. പിന്നെ അതിൽ ചെറിയൊരു കുട്ടി കാസ്റ്റായിട്ടൊരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. എന്താ അഭിനയം, ഒന്ന് കാണേണ്ട തന്നെ. അടിപൊളി അഭിനയം. കോമഡി ചിരിക്കാനും ഉണ്ട്, അടിയും ഉണ്ട്, ഇതുണ്ട്. അല്ല ക്ലൈമാക്സ് അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ പടം. വാൾട്ടർ അല്ല, എല്ലാവരും നോക്കി. വാൾട്ടറിന് കൊടുക്കാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും കൊടുക്കണ്ടേ. എല്ലാം കൊണ്ടും അതല്ല മമ്മൂക്ക വന്നപ്പോഴാണ് സിനിമ ലാസായപ്പോൾ ഒഴിച്ചിളക്കിന്ന് പറയില്ലേ, എല്ലാം കൊണ്ടും നന്നായി. ഞാൻ പറഞ്ഞ തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും പറഞ്ഞ 66 വയസ്സാളാ. ഞാൻ സിനിമ കണ്ട് അവസാനിക്കുന്ന ചെറുപ്പക്കാരനായി. ഒരു 24 വയസ്സുള്ള ആളായി. കാരണം സിനിമകൾ ഇങ്ങനെ അവസാനിക്കുന്ന പിള്ളേരെ കയ്യടി കാണുന്നുണ്ട്. എന്തൊരു താഴ്ന്ന ഓടിയും കയ്യടിയും. ഓരോ ഓടി കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷം എന്ന് പറയൂ. എല്ലാവരും സിനിമ കാണണം. ചത്തപ്പച്ച ഒരു കൊച്ചിയുടെ സൗന്ദര്യം ഒപ്പിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഈ സംവിധായകന്റെ മികവ് എടുത്തു പറയണം. ഭയങ്കരമായ കഥയൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള കഥ, എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ചിത്രം. എല്ലാത്തരം പ്രേക്ഷകർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ്. പിന്നെ എല്ലാവരും അർജുന അശോകനായാലും അതേപോലെ നമ്മുടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മമ്മൂക്കയുടെ കഥാപാത്രം. അത് ഈ ചിത്രത്തിൻ്റെ പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ തുടർച്ചയായ 3-ാം വർഷത്തിലും ജനുവരി മാസം മമ്മൂക്കയുടെ ചിത്രം ഇറങ്ങിയിരിക്കുന്നു. ഇതും വൻ ഹിറ്റ് തന്നെയാവും. അല്ല, ഇതിൽ കോമഡിക്ക് പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സാഹചര്യം അനുസരിച്ചിട്ടുള്ള ഇടി, ആ ഇടി എന്താണെന്നുള്ളതാണ് ഈ ഒരു ചിത്രം. നല്ല ഒരു ചിത്രം. WWF ഒക്കെ കണ്ടവർക്ക്, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് കണ്ടതാണ് WWF. അത് WWE ആയി. നമ്മുടെ അണ്ടർടേക്കർ, ടറ്റാങ്ക, ഹിറ്റ്മാൻ അങ്ങനെയൊക്കെ പറയുന്ന കഥാപാത്രങ്ങൾ, ഹൾക്ക് ഹോഗൻ, അവരുടെയൊക്കെ ഓരോ ഇതുണ്ട്. റോക്ക്, അവരുടെയൊക്കെ ഇതൊക്കെ സ്വാധീനമൊക്കെ ഈ ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കും. അവരെയൊക്കെ ഓർമ്മ വന്നു സത്യം പറഞ്ഞാൽ. നല്ലൊരു ചിത്രം. അതായത് കോസ്റ്റ്യൂം റെസ്ലിംഗ് നമ്മുടെ കേരളത്തിലേക്ക് വന്നേക്കണ്. കോസ്റ്റ്യൂം റെസ്ലിംഗ് ആദ്യം കോസ്റ്റ്യൂം റെസ്ലിംഗ് സിമ്പിളായിട്ട് ഒരു തമാശ കളിയും കാര്യങ്ങളും. പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സിൽ വാൾട്ടറും വന്ന് ഞെട്ടിച്ചേക്കാണ്. ഒരു രക്ഷയില്ല. ലാസ്റ്റ് കാട്ടാ ഗുസ്തിയിലേക്ക് പോയി. ലാസ്റ്റ് റെസ്ലിംഗ് വേറെ ലെവല്. ലാസ്റ്റ് ക്ലൈമാക്സ് കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾട്ടറിൻ്റെ എൻട്രി. അത് ആരാണെന്നും എന്താണെന്നും നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. പൊളിക്കാൻ നോക്കണേ. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി.